തെക്ക് പടിഞ്ഞാറേ മൂലഭാഗം ഒരിക്കലും താന്നിരിക്കരുത്, ലെവലാക്കി തന്നെയാണ് നമ്മൾ എപ്പോഴും തന്നെ ചെയ്യേണ്ടത്. ഈ കുന്നും കുഴിയും അതേ രീതിയിൽ നമ്മൾ വീട് ഡിസൈൻ ചെയ്യരുത്. ഒരു കഷ്ടകാലത്തിന് തെക്ക് പടിഞ്ഞാറേ മൂല രാഹുവിൻ്റെ സ്ഥാനത്ത് കന്നിമൂലയെ കൊണ്ട് അടുക്കള കൊടുത്ത അവിടുത്തെ സ്ത്രീക്ക് മാരകമായ അസുഖം തന്നെയായിരുന്നു. വീണ്ടും വീണ്ടും ജന്മം കൊടുക്കുന്നത് പാവം, എല്ലാം കാണാൻ സുഖപ്രദമായ അന്തരീക്ഷം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല. അവിടെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ശരിക്കൊരു മനുഷ്യജന്മം കിട്ടിയാൽ പോലും മനുഷ്യജന്മം മനുഷ്യനായിട്ട് ജീവിക്കാതെ മൃഗതുല്യരായിട്ട് ജീവിക്കുന്നതാണ് മനുഷ്യരുണ്ട്. പക്ഷേ ഇവരെല്ലാം മനുഷ്യർ വ്യത്യസ്തമാവുന്നതിനനുസരിച്ച് ഈ എനർജികളും വ്യത്യസ്തമാവും. പിന്നെ അവിടെ വസിക്കുന്ന 4-5 പേരുണ്ടെങ്കിൽ അവർ അതുമായിട്ട് കുറേ ലയിച്ച് ചേരും. സാർ, അതേപോലെ തന്നെ ഇപ്പോൾ തെക്ക് വശത്തൂടെ ഈ ജലം പോകുന്ന ചില വീടുകളുണ്ട്, അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതായത് തെക്ക് ഭാഗത്ത് കഴിയുന്ന കുഴിയെടുക്കരുത്. അത് ജലരാശിയല്ല. ജലരാശി എന്ന് പറയുന്നത് വടക്കിൻ്റെ മധ്യം മുതൽ കിഴക്കിൻ്റെ മധ്യം വരെ വരുന്ന ഭാഗമാണ്. ജലരാശി എന്ന കിണറിൻ്റെ സ്ഥാനങ്ങളാണ്. അതായത് വടക്കിൻ്റെ മധ്യം മകരം, കുംഭം, മീനം, മേടൻ രാശികൾ ജലരാശി. ഇവിടെയാണ് കിണർ വെല്ലെടുക്കേണ്ട ഭാഗങ്ങൾ. ഐശ്വര്യം പലയിടത്തും ചെന്ന് ഒരു കിണറെടുത്താൽ സർവനാശം ഫലം. അല്ല, ഇപ്പോൾ ചില ആളുകളുടെ വസ്തു നോക്കിക്കഴിഞ്ഞാൽ അത്ര പ്രോപ്പർ ഒന്നും ആയിരിക്കത്തില്ല. ഇപ്പോൾ ചിലത് ചരിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ആയിക്കോട്ടെ ഉയർന്നതായിരിക്കാം. നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി പോകുന്ന ഭാഗം ഒരു മന കെട്ടി മണ്ണിട്ട് ലെവൽ ചെയ്തെടുക്കാമല്ലോ, അവിടെ അല്ലേ വീട് വയ്ക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലം ഒരിക്കലും താന്നിരിക്കരുത്, ലെവലാക്കി തന്നെയാണ് നമ്മൾ എപ്പോഴും തന്നെ ചെയ്യേണ്ടത്. ഈ കുന്നും കുഴിയും അതേ രീതിയിൽ നമ്മൾ വീട് ഡിസൈൻ ചെയ്യരുത്. വീടിൻ്റെ ഉമ്മറം സിറ്റൗട്ട് മുതൽ വീടിൻ്റെ അവസാനം വരെ ഒരേ ലെവലായിരിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം. ഈ തരംഗങ്ങൾ ഊർജ്ജ ലെവൽ ഇങ്ങനെ വമിച്ച് പോകുമ്പോൾ ഈ കുഴിയിലാണെങ്കിൽ തങ്ങിയ പിന്നെ ഒരു തടി റിട്ടേൺ അടിക്കും. അവിടെയൊക്കെയാണ് ഈ ഒരു വാസ്തുപണ്ഡിൻ്റെ അറിവെന്ന് പറയുന്നത്. ഇപ്പോൾ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഒരു 2 അടി 1 അടിയാണ് ഈ തരങ്ങൾ ഇതുപോലെ നേരെ ഇങ്ങനെ തട്ടിയിട്ട് തിരിച്ചടിച്ചു പോകും. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും തന്നെ ഒരു ഊർജ്ജ ലെവൽ എടുക്കുന്നത് ഒരേ രീതിയിലായിരിക്കണം, ഒരേ ലെവലായിരിക്കണം. സാർ, അതേപോലെ ഈ അടുക്കള ഈ കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ എടുത്തോ? നമുക്കൊരു വീടിനെ സംബന്ധിച്ച അടുക്കളയ്ക്ക് 1-ാം സ്ഥാനം തെക്ക് കിഴക്കേ മൂലഭാഗമാണ്. തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നികോണം. 2-ാം സ്ഥാനം വടക്ക് കിഴക്കേ മൂലഭാഗം ഈശാനകോണാണ്. 3-ാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് വായുകോണാണ്. ഈ 3 ഭാഗത്തും അടുക്കള വരണം നല്ലതേ ഉള്ളൂ. അല്ലാതെ തെക്കിൻ്റെ മധ്യത്തുകൊണ്ട് അടുക്കള കൊടുക്കാൻ പാടില്ല, പടിഞ്ഞാറിൻ്റെ മധ്യത്തുകൊണ്ട് അടുക്കള കൊടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒരു പക്ഷേ ഫ്ലാറ്റിലൊക്കെ നമുക്ക് കിഴക്കിൻ്റെ ഭാഗം നിരത്തി അടുക്കള കൊടുക്കും, വടക്കിൻ്റെ ഭാഗം നിരത്തി കൊടുത്താലും നമുക്ക് സഹിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ തെക്കിൻ്റെ മധ്യത്തിൽ നിന്നും അടുക്കള വന്നു പോയാൽ ആരോഗ്യം സ്ത്രീകൾക്ക് എന്നും അസുഖങ്ങളായിരിക്കും, എന്നും പ്രശ്നം. ഒരു കഷ്ടകാലത്തിന് തെക്ക് പടിഞ്ഞാറേ മൂല രാഹുവിൻ്റെ സ്ഥാനത്ത് കന്നിമൂലയെ കൊണ്ട് അടുക്കള കൊടുത്താൽ അവിടുത്തെ സ്ത്രീക്ക് മാരകമായ അസുഖം തന്നെയായിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്, അത് സത്യം തന്നെയാണ്. നമ്മുടെ പ്രാക്ടിക്കലായിട്ട് ഒരുപാട്. അപ്പോൾ ഒരു അടുക്കള ഒരു വീടിൻ്റെ അടുക്കള തിരഞ്ഞെടുത്ത് വയ്ക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. ഡിസൈൻ ചെയ്യും ആദ്യം ഏറ്റവും തന്നെ നമ്മൾ പ്ലാൻ വരുമ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ പേന അവിടെ പോവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ വിട്ടു കേട്ടോ. പിന്നെ കിണറെടുക്കണത് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് രാശി ഒത്ത കിണറായിരിക്കാം. കുംഭൻ രാശിയിലോ മീനൻ രാശിയിലോ കിണറിടണത് നല്ല. അല്ലാതെ തെക്കിഴക്ക് അഗ്നിയോടെ കൊണ്ട് ഇവിടുത്തെ ഉള്ള സമ്പത്തെല്ലാം പോയി ഭിക്ഷക്കാരനായിട്ട് മാറും. ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയായിട്ട് നമുക്ക് മനുഷ്യനെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ല വിരുദ്ധമായിട്ട് ഒരു പക്ഷിയായിരുന്നാലും ഒരു ഇഴജന്തു ആയിരുന്നാലും ശരി, അതിൻ്റേതായ രീതിയിൽ അവർ കൂട് വയ്ക്കുകയുള്ളൂ, അവിടെ കിടക്കുകയുള്ളൂ. മനുഷ്യനങ്ങനെ പണ്ട് മനുഷ്യൻ ഗുഹയൊക്കെ ഉണ്ടാക്കിയ സമയത്തും കിഴക്ക് ഭാഗം തുറന്നിടും, സൂര്യകിരണങ്ങളും കാറ്റും കിട്ടാൻ വേണ്ടിയൊക്കെ. സാർ, അതേപോലെ തന്നെ ഈ വീടിൻ്റെ ദിശകൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ മനോഭാവത്തെയും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം, സാമ്പത്തികം ഇതിനെല്ലാം ബാധിക്കും വീടിൻ്റെ ദിശകൾ ഉണ്ടാവും. അതായത് മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഈ ദിക്കിനെ ഏതെങ്കിലും ഒന്നിനെ അഭിമുഖമായിരിക്കാണ് വീട് വയ്ക്കേണ്ടത്. അല്ലെ വിദിക്കിലേക്ക് വീട് തിരിച്ച് വയ്ക്കരുത്. ദിക്കുകൾക്ക് അതീതമായിട്ട് സൂര്യൻ കോണിൽ നിന്ന് ഉദിച്ചു വരണതാണ് വിദിക്കെന്ന് പറയുന്നത്. അങ്ങനെ വയ്ക്കുന്നത് വീട്ടിനകത്ത് ആ ഊർജ്ജം കറക്റ്റ് ആകില്ല.
ഞങ്ങളെ വീട് വയ്ക്കാൻ എടുക്കരുതെന്ന് അർത്ഥം. ഒരുപാടുകൾക്ക് അബദ്ധം പറ്റിയതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ആ വീട്ടിൽ കയറി താമസിച്ചിരുന്നത് എന്നും അസുഖങ്ങളായിരിക്കും. കുട്ടികളുടെ പഠനം ശരിയാകില്ല, ഭാര്യ ഭർത്താക്കന്മാർ കീരിയും പാമ്പ് പോലെ ഇരിക്കും. ഇങ്ങനെ ഒരുപാട് അത് നമുക്ക് ശ്വസിക്കേണ്ട നമുക്കുടെ പ്രാണവായുവല്ലേ, നമുക്ക് ശ്വസിക്കേണ്ട അത് സന്തുലനാവസ്ഥ മാറിപ്പോയ എല്ലാത്തിനും ഇതാണ്. ഒരു വീട് കൊണ്ട് ഐശ്വര്യമുള്ളൊരു വീട് കൊണ്ട് ഭയങ്കരമായിട്ട് ഉയരുകയും ചെയ്യാം, നശിക്കുകയും ചെയ്യാം. അത് നിർമ്മാണത്തിലിരിക്കുന്ന കാഴ്ചപ്പാടുകളാണ്. അതാണ് പറയുന്നത്, പ്ലാൻ, ഒരു വീടിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. വളരെ കാര്യം നോക്കിയിട്ടുണ്ട്. ഇല്ലാത്ത പൈസ കൊണ്ടാക്കി ചില ആൾക്കാർക്ക് വീട്ടിൽ വയ്ക്കും, വെറുതെ അങ്ങൊന്നും ഇല്ലാതായിപ്പോവും. അത് വളരെ സൂക്ഷിച്ചിട്ടാണ് ഇവ കാര്യങ്ങൾ ചെയ്യുന്നത്. സാർ, അതേപോലെ തന്നെ ഈ ജലത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ജലത്തിൻ്റെ ഭാഗം ശരിയാണെങ്കിൽ അവിടെ സാമ്പത്തികമായിട്ടുള്ള ഊർജം കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒഴുക്കെന്ന് പറഞ്ഞിരുന്നാൽ നമ്മളൊരു വീട് കെട്ടുകയാണ്, വീടിന് ഒരു മാതിരി കെട്ടി മാടിൻ്റെ പുറത്ത് കാര്യം, നമുക്ക് പടിഞ്ഞാറ് നിന്ന് വടക്കോട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഏറ്റവും നല്ലതാണ്. പടിഞ്ഞാറിന്ന് തെക്കുന്ന് വടക്കോട്ട് വെള്ളം നമ്മുടെ അതിന് തൊട്ട് താഴെ കാര്യം ഒഴുകണത് നല്ലതാണ്. കിഴക്ക് ഭാഗത്ത് നമുക്ക് ജലാശയം ഉള്ളത് നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വീടിനെ പറ്റില്ല, അല്ലാത്തതെല്ലാം വിരുദ്ധമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ വസ്തു വാങ്ങിക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു വസ്തു വാങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ നിസ്സാരമല്ല. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു വീട് വയ്ക്കാൻ വേണ്ടി ഒരു വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ജലത്തിൻ്റെ ലഭ്യത ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. എല്ലാ സസ്യജാലങ്ങളും വളരുന്ന ഭാഗമാണ് ചുറ്റും നമുക്കറിയാം. ഒരു ഇളം കാറ്റ് വീശുന്ന ഭാഗമാണ്, എപ്പോഴും ഇങ്ങനെ കാറ്റിൻ്റെ ഗതി കിട്ടുന്ന ഭാഗമാണെന്ന് നോക്കണം. ഡ്രൈ ആയിട്ടുള്ള ഭാഗം എടുക്കരുത്, മനസ്സിലായില്ല. തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം, തൊട്ട് ചേർന്നൊരു അമ്പലം ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു ചില കോളനി ഭാഗങ്ങളിൽ വില കുറച്ചൊക്കെ കിട്ടും, മനസ്സമാനത്തെ അന്തരീക്ഷമായിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴേ പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള ചില നമുക്കൊരു ഒരുപാട് സ്ഥലവും ഒരുപാട് സ്ക്വയർ ഫീറ്റ് വീടില്ലെങ്കിൽ തന്നെയും ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നാലും മനസ്സമാനത്തോടുകൂടി ഒരു 3-4 സെൻറ്റ് തന്നെ നല്ല സ്ഥലം വാങ്ങിച്ചൊരു വീട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ഫ്രഷ് എയർ കിട്ടുന്ന ഭാഗം. ഒരുപാട് ഇപ്പോൾ സിറ്റിക്കകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിൽ തന്നെയും കഴിയുന്ന അങ്ങനെയുള്ളത് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫ്ലാറ്റ് ജീവിതമാണ് ഇപ്പോഴും. ഫ്ലാറ്റ് ജീവിതം തന്നെ എല്ലാം തന്നെ നേരെ അങ്ങ് പൊങ്ങി പോയല്ലേ, 20-25 നിലയിൽ പോയില്ലേ. അപ്പോൾ അവർക്ക് പ്രാപഞ്ച ഊർജ്ജം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതിൻ്റെ പിന്നെ ഫ്ലാറ്റിന് വാസ്തുശാസ്ത്രം പ്രാക്ടിക്കലാണോ ചോദിച്ചാൽ പ്രാക്ടിക്കലാണ്. അവർക്ക് തോന്നിയ ദിവസം പോലെ കിട്ടാനൊന്നും പറ്റില്ല, മുറികൾ ക്രമീകരിക്കണം. ഇവിടെ ധാരാളം ഫ്ലാറ്റും ധാരാളം ഞാൻ നോക്കി കൊടുക്കുന്നുണ്ടല്ലോ, എൻ്റെ അടുത്ത് ധാരാളം ഫ്ലാറ്റ് അവരുടെ കെട്ടിക്കണക്കിൽ ഇവിടെ കൊണ്ടുപോയി ഞാൻ തന്നെ നോക്കി കൊടുക്കുന്നു. എത്രയും ഫ്ലാറ്റ്. ഈ ചില ആളുകൾ വിളിക്കാറുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ചില വീടുകൾ പുതിയതായിട്ട് പണിത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പണിയുന്നത്. പക്ഷെ പണിത് കഴിഞ്ഞാൽ പിന്നെ വിഷയങ്ങളായിരിക്കും. വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ അവർ താമസിക്കുന്ന അവിടെയല്ല. പക്ഷെ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തികമായിട്ട് വിഷയങ്ങളുണ്ടാവും. ചിലപ്പോൾ ആ പുതിയതായി പണിത വീട് ജപ്തി ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ചില വിഷയങ്ങളുണ്ട്. അത് ഈ വാസ്തുദോഷം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ആണ്, ആ വീടിൻ്റെ ദോഷം കൊണ്ട് തന്നെയാണ്. പിന്നെ വേറെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു തെറ്റായ രീതിയിൽ വാസ്തുവിന് വിരുദ്ധം കൊണ്ട് ഒരു വീട് പണിഞ്ഞു, അതിൻ്റെ ഓണറെ യഥാർത്ഥം കൊണ്ട് താമസിക്കുന്നത്, വീട് വാടകയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ആരാണോ ആ വീട്ടിൽ താമസിക്കുന്നത് അവർക്കാണ് ദോഷം ഉണ്ടാവുന്നത്. അല്ലാതെ ഞാൻ വച്ച വീട് ഞാൻ വേറെ എനിക്കൊരു കുഴപ്പമില്ല. ചില ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്, എന്നെ അന്വേഷിച്ച് വരും, ഞാൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ആരാണോ മോശമായ രീതിയിൽ നെഗറ്റീവ് തരങ്ങളൊരു വീട്ടിൽ ആരാണോ താമസിക്കുന്നത് ആ ആളിനാണ് ബാധിക്കുന്നത്. അത് വാസ്തുവിൻ്റെ ശക്തി കൊണ്ട് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളൊരു ഓപ്പണായിട്ട് കിടക്കുന്ന 4 ചോരും അടച്ചു കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അടഞ്ഞുപോയി. അവിടെ നിന്ന് വമിക്കുന്ന ഭൗമോർജം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെയാണ് അത് എയർ പാസിംഗ് എല്ലാം കൊടുത്ത് കണക്കാക്കി എടുക്കുന്നതാണ്. പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കുന്നത് അതാണ് ഞാൻ നേരത്തെ ശ്വസനം, ഒരുപാട് കാര്യങ്ങൾ, സൂര്യൻ്റെ ദിശ, ഇതെല്ലാം കണക്കെടുക്കണം. പക്ഷേ കാറ്റിൻ്റെ ഗതി
ഇതൊക്കെ കണക്കെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ചില വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ പണിയുമ്പോഴൊന്നും ഒരു കുഴപ്പവും കാണത്തില്ല. പക്ഷെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരു കൂട്ട ആത്മഹത്യകളായി. അതായത് കാലഘട്ടം എന്ന് വെച്ചാൽ അത് ആദ്യമേ തന്നെ സംഭവം ഉണ്ടായിരിക്കും, പക്ഷെ പുറമേ അറിയില്ലെന്ന് മാത്രം. അതിങ്ങനെ ഗ്രാജുവൽ കൂടിയാണ് ഈ പ്രശ്നത്തിലേക്ക് പോണത്. പിന്നീട് ആത്മഹത്യകളുടെ ആണ് ഒരു ആത്മഹത്യ പ്രവണത തോന്നും. അങ്ങനെ ഊർജ്ജ ലെവല് കറക്റ്റ് അല്ലാത്തൊരു വീട്ടിൽ ശ്വസനം ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തന്നെ വേണ്ട ജീവിച്ചു മതി, ഇനി മരിച്ചു കളയും, അങ്ങനെ തോന്നൽ സ്വയം ഉണ്ടാവും. നമ്മൾ ഈ വാടകയ്ക്ക് പോകുന്ന ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ ആപത്താണ് ഉണ്ടാകുന്നത് ആണ് ഇത് ഇതുകൊണ്ടായിരിക്കും. ആണ് അതാ പറഞ്ഞത്, നമുക്കിതെല്ലാത്തിനും അതാണ് സൂര്യനെ പിതാവായിട്ടും ഭൂമിയെ മാതാവായിട്ടും ഭൗമോർജ്ജം, പ്രാപഞ്ചോർജ്ജം, ലൈറ്റ്നിങ്, എയർ പാസിംഗ് എന്ന് പറഞ്ഞാൽ വാസ്തുശാസ്ത്ര അടിസ്ഥാന തത്വം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ വീടിന് ആപത്ത് തന്നെയാണ്. നമുക്കൊരു വീട്ടിൽ പോയിരുന്നത് നല്ല ഐശ്വര്യ വീട്ടിലാണെങ്കിൽ നിങ്ങൾ അവിടെ പോകാനും എടുക്കാനും സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, കുറച്ച് കൂടുതലിരിക്കാനൊക്കെ സംസാരിക്കും. എന്നാൽ ചില വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോകുന്നു, അങ്ങനെ തോന്നാറില്ലേ? ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തന്നെ തോന്നും ശരിയാവില്ല, നമുക്ക് പിന്നെ പോവാം. എന്നാൽ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനും തോന്നും. അതേപോലെ തന്നെ ഇപ്പോൾ ചില ആളുകൾ ചില വീടുകളിൽ പോയി കഴിയുമ്പോൾ ഉറങ്ങത്തില്ല. അത് ഇപ്പോൾ അവിടെ കിടക്കുന്ന ആളുകൾക്ക് ഒരു വിഷയം ഉണ്ടാകത്തില്ല. പക്ഷേ വേറൊരാൾ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? ആ എനർജികൾ തമ്മിൽ സിങ്ക് ആവാത്തതുകൊണ്ടാണോ? ആണ് നമുക്ക് ചില സ്ഥലങ്ങളിൽ വീട് മാറിക്കിടന്ന് ചില ആൾക്കാർ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന്. എന്തുകൊണ്ടാണ്? അവൻ കിടന്ന് അവൻ്റെ വീട്ടിൽ കിടന്ന സുഖപ്രദമായിട്ട് അന്തരീക്ഷമാണ് അവൻ്റെ എല്ലാ തരങ്ങളും അവൻ്റെ മുറി കിട്ടിക്കൊണ്ടായിരുന്നു. മറ്റിടത്ത് അത് കിട്ടിയില്ല. പക്ഷേ ഇവരെല്ലാം മനുഷ്യർ വ്യത്യസ്തമാവുന്നതിനനുസരിച്ച് ഈ എനർജികളും വ്യത്യസ്തമാവും. പിന്നെ വേറൊരു ഇതിനകത്തൊരു കാര്യമുണ്ട്. ചിലയിടത്തുള്ള നെഗറ്റീവ് തരങ്ങൾ ശ്വസിച്ച് അവിടെ വസിക്കുന്ന 4-5 പേരുണ്ടെങ്കിൽ അവർ അതുമായിട്ട് കുറേ ലയിച്ച് ചേരും. പുതിയതായിട്ട് വരുന്ന ആണ് ഇഷ്ടപ്പെടുക. ഞാൻ പറയാം, അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരാണും പെണ്ണും മക്കൾ, അച്ഛനും അമ്മയുണ്ട്. മൂത്ത മകൻ കല്യാണം കഴിക്കുകയാണ്. ഒരു പെൺകുട്ടി പുതിയതായിട്ട് ആ വീട്ടിൽ വരികയാണ്. ആ കുട്ടി നല്ല ഐശ്വര്യമുള്ളൊരു വീടും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞിരുന്നാൽ അവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളും അവിടുത്തെ ആ കുട്ടിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ആ കല്യാണം കഴിച്ച പയ്യനോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ കാര്യങ്ങളല്ലോ, പക്ഷേ ആ കുട്ടിക്ക് അവിടെ വിമിഷ്ടമായിരിക്കും. അതെന്താണ്? ആ വീട്ടിൽ നിന്ന് വമിക്കുന്ന അനുകൂല തരംഗങ്ങൾ ആ കുട്ടിക്ക് ശരിയാകുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. എന്നാൽ അവർ വേറെ എവിടെ വെളിയിലെവിടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. തിരിച്ച് വീട്ടിൽ കയറി വന്ന പ്രശ്നം ഉണ്ടാവും. അവർ വെളിയിൽ പോയിരുന്നല്ല വേറെ പെടുന്ന ഹാപ്പി. അത് ചില വീട്ടിലുള്ള സംഭവമാണ്. ടൂറൊക്കെ പോകുമ്പോൾ ഈ ഇതെല്ലാം ഭയങ്കരമാണ്. തിരിച്ചു വന്ന കീരിയും പാമ്പുമില്ല ഈ വീട്ടിൽ വന്ന്. എന്ന് വെച്ചാൽ ഇതാണ് കേസ്. ഒരു വീട് നമുക്ക് വാസ്തുപരമായിട്ട് കറക്റ്റ് ചെയ്തെടുക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. അറിയത്തക്കവർക്കേ കൊടുക്കാവൂ, അല്ല ഒരിക്കലും കൊടുക്കരുത്. പണിയുന്നതും അങ്ങനെയാണ്. നല്ലൊരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ഡിസൈൻ വരപ്പിക്കണം, അല്ലെങ്കിൽ നല്ലൊരു സിവിൽ എഞ്ചിനീയറിനെ കൊണ്ട് ഡിസൈൻ വരപ്പിക്കണം. അങ്ങനെ ചെയ്യാവൂ, അല്ല ചെയ്യരുത്. ഈ ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ജ്യോതിഷമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കതിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങളെ ഒന്നും ബാധിക്കില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ കോപം കിട്ടുമെന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന ആളുണ്ട്. അതേപോലെ ഈ വാസ്തുവിൽ വിശ്വാസമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ അവരെ ബാധിക്കാതിരിക്കുമോ? ഞാനിപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പഠിപ്പിക്കുകയും പ്രചാരണം ചെയ്തു കൊടുത്ത ആൾ ഞാനാണ്. ആ ഒരു പേര് എന്നെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്. ഞാൻ ആർക്കും തന്നെ അന്ധവിശ്വാസം പറഞ്ഞു കൊടുക്കാറേയില്ല. ഞാൻ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയോ മറ്റേയുള്ള വാസ്തുപരമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാനെല്ലാം സയൻസ് സബ്ജക്റ്റോട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സൂര്യനെ ആസ്പദപ്പെടുത്തിയാണ് ഞാനിതെല്ലാം പറഞ്ഞതെല്ലാം. സൂര്യനെ ആർക്കും തന്നെ മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല, അതിൽ നമുക്ക് ജീവിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തരംഗങ്ങളെല്ലാം അവിടെ നിന്നാണ്. ഭൂമിയെ നമുക്ക് തള്ളാൻ പറ്റില്ല, അതാണ് ഭൂമി മാതാവായിട്ട് കണക്കെടുക്കുന്നത്. ഈ രണ്ടും തന്നെയാണ് എൻ്റെ അമ്മയും അച്ഛനെന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ഇതിൻ്റെ കണക്കിലാണ്. ഇതൊന്നും ഇല്ലാതെ വഴി എങ്ങനെയെങ്കിലും തോന്നിവാസം പോലെ വീടൊക്കെ കെട്ടി വെച്ചാൽ അനുഭവിക്കാനും ചെയ്യും, മാറ്റമൊന്നുമില്ല. നമുക്ക് തറക്കല്ലിടുമ്പോൾ അറിയാം, അതൊരു ഒരു 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 ചടങ്ങാണ്. തറക്കല്ലിടുമ്പോൾ ദീപനാളം കൊളുത്തി വെച്ച് തറക്കല്ലിടുമ്പോൾ ദീപനാളത്തിൻ്റെ കണക്ക് തറക്കല്ല് വീണെങ്കിൽ അത് കഴിച്ച് ഞങ്ങൾക്ക് കണക്കെടുക്കും. അപ്പോൾ ഇത് കുറച്ച് വെള്ളം കുടിച്ചേ വീട് പണി തീരുള്ളൂ, ശരിയാകില്ല. അപ്പോൾ അവൻ നോക്കിയിട്ട് ചിലപ്പോൾ ഞാൻ പറയും എന്തെങ്കിലും അതിന് പരിഹാരം ചെയ്ത് പോകാൻ പറയും. എന്ന് വേറൊരു കാര്യം ഞാൻ പറയാം.
എത്രയോടത്ത് സംഭവിച്ച കാര്യങ്ങളാണ്, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു 5 സെൻറ്റ് തറ വാങ്ങി, നല്ല രീതിയിൽ പ്ലാനെല്ലാം വരച്ചു. തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് തറക്കിലിടാൻ വേണ്ടി വാനം വെട്ടി. കഷ്ടകാലം വാനം വെട്ടി ചെന്നപ്പോഴാണ് അധികം പഴക്കമില്ലാത്ത ഡെഡ് ബോഡിയുടെ പെട്ടിയാണ് ആദ്യം കണ്ടത്. അടക്കം ചെയ്തത്. അവൻ്റെ മനോനില എങ്ങനെയിരിക്കും? അത് സംഭവിച്ചു, ഇത്രയും സംഭവിച്ചിട്ടുണ്ട്. ആ വ്യക്തി കരഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ ആത്മഹത്യയിൽ വേറെ വഴിയില്ല, ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയും ഒന്നും പേടിക്കണ്ട, അതെ സാർ പേടിക്കണ്ടെന്ന് പറയണം, അവൻ പേടിക്കണ്ട. അങ്ങനെ ആ വ്യക്തിയുടെ പ്രയാസം കാണില്ല. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, പേരൊന്നും പറയാൻ പാടില്ല. ഞാൻ കൂടെ ചെന്നിട്ട് അവിടെ 8 എന്നുള്ള രീതിയിൽ JCB കൊണ്ട് കുഴിച്ച് മണ്ണും ഈ അസ്ഥികൂടവും ചപ്പും ചോറെല്ലാം ദൂരെ മാറ്റി കളഞ്ഞിട്ട് അവിടെ പുതുമണ്ണ് നിറച്ചു. മണ്ണ് നിറച്ചിട്ട് നവധാന്യം വിതച്ചു. നവധാന്യം വിതച്ചതിനെ പൊടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ് പശുവിനെ ആൾക്കാരെ കൊണ്ടുവന്ന് തീറ്റിക്കാൻ പറഞ്ഞു. തീറ്റിച്ച് അത് അവിടെ അത് മാത്രം കുറച്ച് വൈക്കോലം ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു ദിവസം നിന്ന് അത് ചാണകമൊക്കെ ഇട്ട് ശുദ്ധീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ശക്തമായ രീതിയിലൊരു ഭൂമി പൂജയെല്ലാം ചെയ്തിട്ട് അവിടെ തന്നെ ഞാൻ കൂടെ നിന്നെ തറക്കല്ലിട്ടെടുത്ത് വീട് പണി പൂർത്തിയാക്കി അന്തസ്സായിട്ട് താമസിക്കുന്നുമുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടോ? നെഗറ്റീവ് ഉണ്ടായിരുന്നു, അത് വിധിപ്രകാരം മാറ്റി. അപ്പോൾ ഭൂമിയിലുള്ള എന്ത് അസറ്റ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ ചില ഭൂമികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്മശാന ഭൂമികളായിരിക്കാം, അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കാം. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വീട് വയ്ക്കുന്നത് അനുയോജ്യമാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മണ്ണ് കിളച്ചൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഭൂമി ശുദ്ധീകരിച്ച്, ഭൂമിയെ എപ്പോഴും ശുദ്ധീകരിക്കുക. ഭൂമി മാതാവ് അങ്ങനെയാണ്, ഭൂമി എതും ശുദ്ധീകരിക്കുക. അതുപോലെ അഗ്നി ഏതിനെ അത് അഗ്നി നാളം കൊണ്ട് അത് ശുദ്ധീകരിക്കുകയും ചെയ്യും. അഗ്നിക്കും പ്രത്യേകത, അഗ്നി ഒരിക്കലും തന്നെ നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഈ 2 കാര്യത്തിൽ അങ്ങനെയാണ്. എല്ലാം വേസ്റ്റെല്ലാം ഉണ്ടെന്ന് എല്ലാം മാറ്റിയിട്ട് ശുദ്ധീകരിച്ച് നമ്മുടെ വീട് വയ്ക്കാൻ തടസ്സമൊന്നുമില്ല. പക്ഷെ ചിലർ പറയും ഈ മരിച്ചുപോയ ആത്മാക്കളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും മരിച്ചുപോയ ആത്മാക്കൾ അവിടെ ഉണ്ടാകും, അതിൻ്റെ ശല്യങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് പറയുന്ന ചില ആളുകൾ. ഇത് നമുക്ക് വിശ്വാസവും അന്ധവിശ്വാസവും ഉണ്ട്. വിശ്വാസമാവാം, അന്ധവിശ്വാസത്തിലേക്ക് ഒരിക്കലും ഞാൻ കടന്നത്. എനിക്കിപ്പോൾ 10-76 വയസ്സായ ഒരാളാണ്. ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി, ഒരുപാട് ശ്മശാന സംബന്ധമായ കാര്യങ്ങൾ പല കാര്യത്തിനും ചെയ്തു കൊടുക്കുക. ഞാൻ ഇന്ന് വരെ ഒരു പിശാചിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള കാര്യം ഞാൻ ധാരാളം പള്ളികളും കാര്യങ്ങളും എല്ലാത്തിനും പോയിട്ടുള്ള ഒരാളാണ്. എൻ്റെ കണ്ണിൽ ഒന്നും നിന്നെ കണ്ടിട്ടില്ല. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു, സാർ അവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ അതൊന്നും കണ്ടില്ല. എനിക്ക് കാണാതെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, പവർ, നമ്മുടെ ആത്മാവ്, നമ്മുടെ പഞ്ചഭൂത നിർമ്മത ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുമാറി പോയിരുന്നാലേ ഒരു പവറുണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. നമ്മുടെ ഹിന്ദുക്കൾ മരിച്ച ആത്മാവ് മരിച്ചു പോയാൽ വിഷ്ണുപാദം പൂകും എന്ന് പറയും. ക്രിസ്ത്യാനി മരിച്ചു പോയാൽ കർത്താവിൻ്റെ അടുത്ത് വിലയം പ്രാപിക്കുമെന്ന് അവർ പറയും. അള്ളാവിൻ്റെ അടുത്ത് എത്തുമെന്ന് മുസ്ലിങ്ങൾ പറയും. എല്ലാം എത്തിച്ചേരുമെന്ന് പറയും. അവരുടെ മതപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുമെന്ന് പറയുന്നത്. അത് എവിടെയെത്താൻ എത്തിച്ചേരുമെന്നറിയാം. പ്രപഞ്ചത്തിൻ്റെ ഒരു കണിയായിട്ട് ഇവരിതെല്ലാം തന്നെ മാറി നിൽക്കും. പ്രകൃതിയാണ് എൻ്റെ ഈശ്വരൻ. പ്രപഞ്ചത്തിൻ്റെ ഒരു കണിയായിട്ട് ഈ ആത്മാക്കൾ മാറി നിൽക്കും. വീണ്ടും വീണ്ടും ജന്മം കൊടുക്കുന്നത് പാവമാണ്. എല്ലാം കാണാൻ സുഖപ്രദമായ അന്തരീക്ഷം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല. അവിടെയാണ് സ്വർഗം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ ലയിച്ച് നിൽക്കുന്ന, അല്ല ഒരു സ്വർഗം പണിഞ്ഞൊന്നും വെച്ചിട്ടില്ല. എല്ലാം വീണ്ടും ഇപ്പോഴ് നോക്കിയുള്ളൂ, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അതൊക്കെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ടുണ്ടാകും. ഒരു ദുഷ്ടമൃഗമായിട്ടുള്ള ജന്മമോ, കടലിലെ ജീവികളുടെ ജന്മമോ, പിന്നെ ദുഷ്ടമൃഗമായിട്ടുള്ള ജന്മമോ, വൃക്ഷങ്ങളായിട്ടുള്ള ജന്മം, ഇതെല്ലാം ഓരോ ജന്മങ്ങളാണ്. ഇതിലൊക്കെ ചെയ്യുന്ന പോലെ എന്ത് കഷ്ടപ്പാടാണെന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മനുഷ്യജന്മം എത്രയോ പുണ്യമല്ലേ. നമുക്ക് ശരിക്കൊരു മനുഷ്യജന്മം കിട്ടിയാൽ പോലും മനുഷ്യജന്മം മനുഷ്യനായിട്ട് ജീവിക്കാതെ മൃഗതുല്യരായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. എപ്പോഴും തന്നെ നമുക്ക് ഈശ്വരൻ നമുക്ക് ഓരോ വഴി തന്നിട്ടുണ്ട്. ആ വഴി റൂട്ടനുസരിച്ച് പോകുന്നതാണ് ഏറ്റവും ഉത്തമം.